ആദ്യം പോകുന്നത് താമരശ്ശേരിയിലേക്ക് തന്നെയാണ്. അവിടെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ വളരെ പ്രധാനപ്പെട്ട അന്വേഷണ നീക്കങ്ങളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ ആയുധങ്ങൾ ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ലഭിച്ചു, അതിൻ്റെ വഴി തേടി പോവുകയാണ് പോലീസ്. ഒപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയടക്കം നടക്കുകയാണ്. വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ ആയുധങ്ങൾ പ്രതികളായ വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എങ്ങനെ എത്തി എന്നതാണ്. അത് ഏത് വഴിക്ക് വന്നു എന്നതിൻ്റെ പുറകിലാണ് ഇപ്പോൾ പോലീസ്. ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, ഗുഡ് മോർണിംഗ്. അതായത് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നിലവിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം 5 വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിൽ ഉള്ളത്. പക്ഷേ ഇതിൽ കൂടുതൽ പേർ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുന്ന താമരശ്ശേരി നഗരത്തിന് സമീപത്തെ ട്യൂഷൻ സെന്ററിന് ചേർന്ന് കിടക്കുന്ന കടകൾ, അവിടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതിനൊപ്പം തന്നെ ഷഹബാസിന്റെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റു മുതിർന്ന ആളുകൾ കൂടി ഈ സംഘർഷത്തിൽ പങ്കെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതുവരെ അതിലൊരു നിഗമനത്തിൽ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. പ്രാഥമികമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ സംഘർഷത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ക്രൂരമായ മർദ്ദനം ഷഹബാസ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, തലയോട്ടി തകർന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. കട്ടിയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഷഹബാസിനെ മർദ്ദിച്ചു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എന്തൊക്കെ ആയുധങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അത് എന്തായുധമാണ് എന്നത് കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി വന്നാൽ മാത്രമേ നഞ്ചക്കാടോ മറ്റേതെങ്കിലും ആയുധങ്ങളാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിഗമനത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അടിച്ചു എന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എങ്ങനെ 10ാം ക്ലാസ്സുകാരായ ഈ വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ഈ സമീപത്തെ ട്യൂഷൻ സെന്റർ, ഷഹബാസിന്റെ വീട്, അങ്ങനെ പരിസരത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസിന്റെ പക്കൽ ഉണ്ട്. അതുൾപ്പെടെയുള്ളവ പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ഒരുപക്ഷെ കൃത്യമായി തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതകൾ കൂടിയാണ് കാണുന്നത്. ഈ പ്രതികൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാ ഗ്രൂപ്പ് ഒക്കെ തന്നെയും രൂപീകരിച്ചിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ആരൊക്കെ മെസ്സേജ് അയച്ചു, ആരൊക്കെ ഉണ്ട്, മറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ആസൂത്രണം നടന്നിട്ടുണ്ടോ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും CCTVയിൽ നേരത്തെ പുറത്തു വന്ന CCTVയിൽ 5 വിദ്യാർത്ഥികൾ ചേർന്ന് ഷഹബാസിനെ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഷഹബാസിന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ, ഇനി അത് മരണകാരണമായിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വിവരം. തീർച്ചയായും ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്കാണ്. ഒപ്പം തന്നെ മേഘ പറഞ്ഞതുപോലെ ഈ ആയുധങ്ങൾ ഇതെങ്ങനെ കിട്ടി എന്നതിനെക്കുറിച്ചും സ്വാഭാവികമായും അത് ഈ കേസിൽ മാത്രമല്ല, നമ്മൾ സമൂഹം കൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമല്ലേ മേഘ? കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മാരകായുധങ്ങളൊക്കെ ഏത് വഴിക്ക് കിട്ടുന്നു, അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ വിപുലമായ ഒരു ജാഗ്രതയുടെ ആവശ്യകത ഈ പ്രശ്നം നമ്മുടെ മുൻപിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ കേസിനപ്പുറത്തേക്ക്. ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. അതായത് ഇത്തരത്തിൽ കട്ടിയുള്ള ആയുധങ്ങൾ ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മരണത്തിന് ഇടയാക്കാവുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഈ വിദ്യാർത്ഥികളെ കയ്യിൽ എങ്ങനെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നതും. പ്രാഥമികമായി നഞ്ചക്ക് ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് പോലീസ് ഇപ്പോഴും അത് കൃത്യമായി അതാണോ എന്ന് പറയുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി വന്നാൽ മാത്രമേ ഏത് തരത്തിലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്
തന്നെയാണ് ഈ ഷഹബാസിന്റെ തലയ്ക്ക് അടിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കട്ടിയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഷഹബാസ് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിനു പിന്നാലെ ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, മറ്റെന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, കാരണം 10ാം ക്ലാസ്സുകാരാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഉള്ള സഹായം ഈ വിദ്യാർത്ഥികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നത്. പ്രാഥമികമായി അത്തരത്തിലൊരു നിഗമനത്തിലേക്കും പോലീസിന് നിലവിൽ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എല്ലാ കുട്ടികൾ ആരുമായിട്ടൊക്കെ ഇടപെട്ടിരുന്നു മുൻപ്, ഈ ആയുധങ്ങൾ കുട്ടികളിലേക്ക് എത്താൻ കുട്ടികൾ അത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ തുടങ്ങി കൃത്യമായി അന്വേഷണം നടക്കുന്നത്. അത് കൃത്യമായി തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ മാരകമായ ആയുധങ്ങൾ കിട്ടിയത് എന്ന നിഗമനത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോലീസിന് എത്താൻ കഴിയും എന്നത് തീർച്ചയാണ്. കുട്ടികളുടെ വീട്, അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ബന്ധപ്പെടുന്ന ആളുകൾ, അങ്ങനെ എല്ലാ തരത്തിലും ഈ വാട്സപ്പ് ചാറ്റുകളും അതിനൊപ്പം ഇൻസ്റ്റാ ഗ്രൂപ്പുകളിലുണ്ടായ ചാറ്റുകളും ഉൾപ്പെടെ പരിശോധിച്ച് ഈ ആയുധങ്ങൾ എങ്ങനെ ഈ കുട്ടികളിലേക്ക് എത്തി എന്നത് കൃത്യമായി കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ, ഏറെ വൈകേണ്ടി വരില്ല, വരും ദിവസങ്ങളിൽ പോലീസ് അതിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, മേഘയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും പോലീസ് ആ വഴിക്കുള്ള അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആയുധങ്ങൾ ലഭിച്ച വഴി, ഒപ്പം തന്നെ മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.